sky, 'cause you're a sky full of stars. I'm gonna give you my heart, 'cause you're a sky, 'cause you're a sky full of stars. 'Cause you light up the park. I don't care, go on and tear me apart. I don't care if you do. Cause in the sky full of stars, I think I saw you. You're a sky full of stars. I wanna die in your arms. Oh, oh. 'Cause you get lighter the more it gets dark. I'm gonna give you my heart. Oh, I don't care. In a sky full of stars, I think I see you. I think I see തണുത്ത മൺചുരങ്ങളിതുവഴി മെല്ലെ വന്നൊരുമ്മ തന്ന കരൾമിഴിയേ. വെണ്ണിലാ തെന്നലായി എന്നെ നീ തൊട്ടുവോ സാഹിബാ. മാത്രമെൻ ജീവശാഖിയിൽ പെയ്തലിഞ്ഞുവെന്നോ. ഈ തണുത്ത മൺചുരങ്ങളിതുവഴി മെല്ലെ വന്നൊരുമ്മ തന്ന കരൾമിഴിയേ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമിരിപ്പുമാറ്റി ചന്ദ്രമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശമീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. കർത്താവങ്ങളുടെ സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടതാകുന്നു. അങ്ങനെ തരത്തിന് ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടതാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടും. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം ഓങ്ങിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം ഓങ്ങിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടും. കർത്താവായ ഈശോയെ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് ആരാധന സ്തുതിയുണ്ടായിരിക്കട്ടെ. സത്യമായി ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിലേക്ക് കർത്താവെ അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ജോയ്സിനെ അങ്ങ് പ്രത്യേക രീതിയിൽ ഒരുക്കി ജീവിത പങ്കാളിയെ നൽകുന്ന ഈ ദിവസത്തിൻ്റെ എല്ലാ സന്തോഷവും എല്ലാ അനുഗ്രഹവും ഈ മകനും ഇവൻ്റെ ജീവിത പങ്കാളിക്കും ഈ രണ്ട് കുടുംബങ്ങൾക്കും ഈ കൂട്ടായ്മയ്ക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് സവിശേഷമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം മോൻ്റെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ധൈര്യവും ആത്മാവിൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യവും കൊണ്ട് ഈ മകനെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ കടന്നു വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ തക്കവിധം ഇതിനെ അവിടുന്ന് സജ്ജമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ, എല്ലാ കൂട്ടായ്മയിലുള്ളവരെയും അനുഗ്രഹിക്കണം. സ്നേഹം കൊണ്ട് എല്ലാവരെയും പൊതിയണം. ക്രിസ്തുവിൻ്റെ യാത്ര കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു. യാത്രയിലുടനീളം അങ്ങയുടെ പരിപാലനം ഉണ്ടാകണമെന്ന്, ശുശ്രൂഷയിലുടനീളം അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സ്പർശനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശിവശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും മോൻ്റെ മേലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും വധുഗ്രഹത്തിൽ അവിടെ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സുവിശേഷം 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു.
മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പിതാവിന്റെ
അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മകുടത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. എന്റെ പുത്രനെ സന്ദേശം കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും
ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാമയെ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അകത്ത് വയ്ക്കണം. എല്ലാ തലമുറകളും അവിടുത്തെ നാമം സ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ മന്ത്രിപടിയാൻ നിന്റെ മക്കൾ ഐശ്വര്യത്തിലും സൈത്യമുളക പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹിക്കലാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സൂര്യനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പ്രകാശിപ്പിക്കുവാനും കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും ഗ്രഹങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന സഭയെ ഞങ്ങൾ അവയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ. അതിന് സകലതയും സൃഷ്ടാവുമാകും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. നടക്കുകയില്ല എന്ന നിശ്ചയം നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. വചനം അനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൂടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മീയവുമായ അനശ്വരരത്നമണിയുന്ന ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരിക്കുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിയെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സാമോദം നാ പാരിയാ
മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീണില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീ, എനിക്ക് നിനക്ക് വേണ്ട എന്റെ സമയം ഇനിയുമായില്ല. അവന്റെ അമ്മ പരിശാലകളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യരുത്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊണ്ടുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കണം എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ അവയെല്ലാം വാക്കോളം നിറച്ചു. ഇനി പകർന്ന് കൽപ്പനക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലും എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം കുടിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരീക്ഷാരൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേട്ടരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്മ തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുമല്ലോ. ഈശോ തന്റെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നല്ലൊരു വിവാഹ ജീവിതത്തിന്റെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം സ്നേഹബഹുമാനപ്പെട്ട ആചാര്യരുടെ വികാരികളുടെ പേരിലും ഇടവക സമൂഹത്തിന്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നൽകും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓർമ്മ വന്നത് ജിജോയ്സിനെ കണ്ടപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖമാണ്. ഷെറിന്റെ കടത് കുറിച്ച് തുടങ്ങിയ പേടിക്കേണ്ട ഷെറിനെ ജിജോയ്സിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനോടി വന്നത് 6 വർഷം മുമ്പ് ഈ ഇടവകയിൽ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയുടെ മുഖമാണ്. ഇത് മറ്റൊന്നുമല്ല, ഒരു ഇടവക ദിനത്തിന് ജിജോയ്സ് ഒരു പെൺകുട്ടിയുടെ വേഷം കിട്ടി. വളരെ രസകരമായിട്ട് അന്ന് കണ്ടവരാരും ആ കാഴ്ചകൾ വാക്കുന്നുണ്ടാകില്ല. KC വഴിയുടെ ഒരു സ്റ്റാർ ആയിരുന്നുകൊണ്ട് ഇടവക ദിനത്തിന് ഇടവക സമൂഹത്തെ മുഴുവൻ കുടുകുട ചിരിപ്പിച്ച വലിയൊരു ആഘോഷത്തിന്റെ ഓർമ്മ എൻ്റെ ഉള്ളില് ഞാനിവിടെ വന്നു നിന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ചിരിക്കാനാണ് തോന്നിയത്. പക്ഷേ അൾത്താരയിൽ നിന്ന് ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അന്നത്തെ ആ മിടുക്കൻ ദേവാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ പ്രാർത്ഥനയും കളിയും ചിരിയുമായി ഒരു കൂട്ടുകാരുടെ വലിയൊരു ത്യാഗവുമായിട്ട് ഞാൻ ആദ്യമായിട്ട് കൊച്ചനായിട്ട് ഇടവകി കടന്നു വരുമ്പോൾ സ്വീകരിച്ച ആ ഒരു കാലഘട്ടം മുഴുവൻ തിളങ്ങി നിന്ന കുറെ കൂട്ടുകാരുടെ മുഖം, അതിൽ ജിജോയ്സ് വലിയൊരു ക്യാപ്റ്റനായിരുന്നു. എന്നാൽ ക്യാപ്റ്റനുടെ പക്വതയൊക്കെയായി അത്യാവശ്യം കാടി വീശിയൊക്കെ വളച്ച് മിടുക്കനായിട്ട് വന്നു നിൽക്കുമ്പോൾ ഓർമ്മപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. കയ്യിലുണ്ടായിരുന്ന തീക്ഷ്ണതയും നിഷ്കളങ്കതയും നന്മയും നഷ്ടപ്പെടാതിരിക്കട്ടെ മരണം വരെ. ഷെറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മുൻപരിചയങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, അച്ഛാ കല്യാണം ഉറപ്പിച്ചു, ഇന്നലാണ് പെൺകൊച്ച്, ഇവിടെയാണ് ആള്, ഒന്ന് പിടിച്ചു നിൽക്കണം, ഉഷാറായിട്ട് മുമ്പോട്ട് പോകണം, പ്രാർത്ഥിക്കണം, കല്യാണത്തിനൊക്കെ വരണം. അത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ ഓരോ പാട്ട് പാടുമ്പോഴും പ്രാർത്ഥന ചെല്ലുമ്പോഴും യാതൊരു മടിയും സങ്കേതവും ഇല്ലാതെ ആ പ്രാർത്ഥനകള് സ്വന്തം അധരങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഉറങ്ങെ പാടി പ്രാർത്ഥിക്കുന്ന ഷെറിന്റെ ചിത്രം ജിജോയ്സിനോടൊപ്പം തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ വേണ്ടി. ഉള്ളിൽ ഉയരുന്ന ഈ പ്രാർത്ഥനകള് ജീവിതാവസാനം വരെ നിങ്ങൾക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ദൈവികാനുഗ്രഹങ്ങളും ഇരുവർക്കും നേരുന്നു. ദൈവം യോജിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടെ തുടക്കമിടുന്ന ഈ കുടുംബ ജീവിതം തീർച്ചയായിട്ടും അനുഗ്രഹത്തിലേക്ക് തന്നെയായിരിക്കും.
മാതാപിതാക്കളും അനുഗ്രഹമൊക്കെ സ്വീകരിച്ച് അവർ കൈപിടിച്ച് കൂടെ നിർത്തിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. അത് മറ്റൊന്നുമല്ല, ജീവിതാവസാനം വരെ ഈ ഒരു സന്തോഷത്തോടും നന്മയോടും കൂടെ കൂടുതൽ അറിഞ്ഞ്, കൂടുതൽ സ്നേഹിച്ച്, കൂടുതൽ ആഴങ്ങളിൽ ആത്മീയതയെ കണ്ടെത്തുവാനുള്ള ഒരു വിളിയായിട്ട് വിവാഹം മാറണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് പരസ്പരമൊക്കെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയോടും സംസാരിക്കാനായി ഇട വന്നപ്പോൾ ആ പെൺകുച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്: എന്നെ ഇത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യുവാവില്ല, അതിനാൽ ഞാൻ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഞാൻ ആ യുവാവിനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാ ഇത്രമാത്രം എതിർപ്പുകൾക്കിടയിൽ, മാതാപിതാക്കൾ ഇത്രമാത്രം അസ്വസ്ഥതകൾ ഉണർത്തുമ്പോൾ ഈ വിവാഹത്തിന് തയ്യാറാവുക? അപ്പോൾ അവൻ പറഞ്ഞത് ഇത് തന്നെയാ, എന്നെ ഇത്രമാത്രം തിരിച്ചറിയുന്ന, ഇത്രമാത്രം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പെൺകുട്ടിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിലേക്ക് മുൻപോട്ട് പോവുക. സ്വന്തം ജീവിത പങ്കാളിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവളുടെ അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ കടന്നു പോകാൻ. ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നേ. ഏതാനും ചിലരൊക്കെ കൈവക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഒന്ന് കൈവക്കാമോ? ഒന്ന് കൈവക്കാമോ? ദൈവം കാത്ത് കുറച്ച് പേരൊക്കെ കൈവക്കാനുണ്ട്. ജിജോയിസെ, ഷെറിനെ ചുറ്റും ഒന്ന് നോക്കി. ഏതാനും ചിലരൊക്കെ കൈവക്കി. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വിവാഹത്തിന്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വലിയൊരു അന്തരമുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇത് ഞങ്ങളുടെ ജീവിതമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്നത്തെ ഈ ആഘോഷങ്ങളിൽ മതിമറക്കരുത്. തൊട്ടടുത്ത് നിൽക്കുന്നവരെല്ലാവരും വന്ന് സ്നേഹപൂർവ്വ സമ്മാനങ്ങൾ തരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നുകൊണ്ട് മോനെ മോളെ നന്നായിട്ട് ജീവിക്കട്ടോ എന്നൊക്കെ ആശംസിക്കുമ്പോൾ മതിമറക്കരുത്. ഇന്നത്തെ ഈ ആഘോഷം വൈകുന്നേരം കൊണ്ട് തീരും. നാളെ മുതൽ നിങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണോ സ്വീകരിക്കുക അത് നിങ്ങളെ പിടിച്ചു നിർത്തുക. നീ എന്ന ഭാവത്തിന് വേണ്ടി, നീ എന്ന വ്യക്തിയുടെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ എന്റെ പൊന്നു മോനെ ജിജോയിസെ, ജീവിതം തീർന്നു. മോളെ ഷെറിനെ, വലിയ ആയുസ്സൊന്നും ഇല്ലാട്ടോ. പക്ഷെ അതിനപ്പുറത്ത് എന്റെ ഈ ജീവിതം എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിച്ച് ത്യജിച്ചു തീർക്കാനുള്ളതാണ്. ഞാൻ അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് മരിക്കാനുള്ള പുറപ്പാടായി ഇവിടെ നടത്തുക എന്ന് ജീവിതത്തിൽ ഉറപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. ഏതൊരു വിവാഹ ജീവിതത്തിൽ, ഏതൊരു കുടുംബ ജീവിതത്തിൽ സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാനായിട്ട് തയ്യാറാകുന്നുവോ, സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് രചിക്കാനായിട്ട് തയ്യാറാകുന്നുവോ, സ്വന്തം സ്വാർത്ഥതയുടെ സുഖങ്ങൾ, സ്വന്തം ശരീരത്തെയും സ്വന്തം മനസ്സിനെയും സ്വന്തം ജീവിതത്തിന്റെ സ്ഥാനമാനങ്ങളെയും സന്തോഷിപ്പിക്കുന്നവ ത്യജിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുവോ, സ്വാർത്ഥതയിൽ മരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുവോ, അവിടെ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകും, നല്ലൊരു ഭർത്താവ് ജനിക്കും. ഇവിടെ സ്വന്തം സൗന്ദര്യത്തിന്റെ അപ്പുറത്ത്, സ്വന്തം ജീവിത സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും അപ്പുറത്ത് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ ത്യാഗങ്ങളെ എടുക്കുവാനായിട്ട് ഒരു ഭാര്യ തയ്യാറാകുന്നുവോ, അവിടെ നല്ലൊരു ഭാര്യ ജനിക്കും, നല്ലൊരു മാതൃത്വം ജനിക്കും. അതിനാൽ ഇന്നേ ദിവസം എനിക്ക് നിങ്ങൾക്ക് നൽകാനായിട്ടുള്ള ആശംസ എന്നുള്ളത് മറ്റൊന്നുമല്ല, സഹിക്കാൻ തയ്യാറാവും, മരിക്കാൻ തയ്യാറാവും. ഈ പണിക്ക്, ഈ പ്രാചീന ജോലിക്ക്, ഈ ഭാര്യയെ സ്വീകരിക്കും. ഒരു കുരിശെടുത്ത് ജോലിസെ ഇന്ന് വരെ കണ്ടതല്ല ഇത്. എന്റെ പൊന്നുമോളെ ഷെറിനെ ഈ ചോദ്യം ചോദിക്കുമ്പോ ഇന്നലെയും ഇനിഞ്ഞാണെന്നുള്ള വർത്തമാനത്തിന്റെ പേരിലോ സംസാരത്തിന്റെ പേരിലോ ഞാൻ പിടിച്ചോളാം എന്ന് പറയുമ്പോൾ ഒരു കുരിശിനെയാണ് ഏറ്റെടുത്ത് വെക്കുക എന്ന തികഞ്ഞ അവബോധത്തോടും കൂടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റണം. കാരണം നമ്മൾ വിശുദ്ധ രംഗത്തില് വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സഭയും കർത്താവും തമ്മിലുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കർത്താവ് വിവാഹ ജീവിതത്തെ നിർവചിക്കുക. ഭാര്യയോട് പറയും, ഭർത്താവിനെ ഏറ്റെടുത്തോ. ഭർത്താവിനോട് പറയും, ബലഹീന പാത്രമാണെങ്കിലും ഇവിടെ നീ സ്വീകരിക്കണം. കർത്താവ് അടിസ്ഥാനം ഇടുന്നത് ഞാനും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് കർത്താവ് പറയുമ്പോൾ ആ ബന്ധം എന്താണെന്ന് കാണണമെങ്കിൽ ചിരിശുദ്ധിതനായി നിൽക്കുന്ന കർത്താവിനെയല്ല കർത്താവ് കാണിച്ചു തന്നെ മനസ്സിനെ പുറകോട്ട് നോക്കിയാൽ മതി. കിടപ്പ് കാണാൻ പറ്റും. ഞാനും സഭയും ക്രിസ്തവ സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹ ജീവിതത്തെ കത്തോലിക്ക സഭ നിർവചിക്കുമ്പോൾ അതെന്താണെന്ന് ചോദിക്കാൻ ഒറ്റ ഉത്തരയുള്ളൂ.
അവസാനത്തുള്ള രക്തം കുരിശിൽ ചിന്തിയ കർത്താവിന്റെ ചിത്രം ഇന്നു മുതൽ ഷെറിൻ ജീവിക്കാൻ ആരംഭിക്കുകയാണ്. ജിജോയിസിന്റെ നന്മയ്ക്ക് വേണ്ടി മരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ജിജോയിസിന്റെയും ജിജോയിസിന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഷെറിനും അതുപോലെ തന്നെ ജിജോയിസും അതുപോലെ തന്നെ ഷെറിന് വേണ്ടി, ഷെറിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഒരപ്പൻ പിന്നീട് സ്വന്തം കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മദ്യപാനം അവസാനിപ്പിച്ചിട്ടുണ്ടോ, പുകവലി അവസാനിപ്പിച്ചിട്ടുണ്ടോ, 7 മണിക്ക് പെരക്കകത്ത് കയറി മാതാപിതാക്കളോടും മക്കളോടും ഭാര്യയോടും ഒപ്പം സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ, ആ കുടുംബത്തിലെ അപ്പനെ നോക്കിയിട്ട് മക്കൾ പറയും, ഇതെന്റെ പപ്പയ, എനിക്ക് വേണ്ടി ജീവിക്കേണ്ട പപ്പയ. ചില വീടുകളിൽ കാണാറുണ്ട്, 7 മണിയാകുമ്പോൾ കവലകൾ കിടങ്ങിയിട്ട് കലക്കുകളിൽ നിന്നുകൊണ്ട് നാട്ടുകാരോട് വർത്താനം പറയും. സ്വന്തം സുഖത്തിന്റെ പേരിൽ, സ്വന്തം സൗഭാഗ്യത്തിന്റെ പേരിൽ മദ്യക്കുപ്പികളിലേക്ക് വിഷമവും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും മാറ്റാനായിട്ട് നെട്ടവൊക്കെ ഓടുന്ന അപ്പന്റെ ചിത്രം. അമ്മയുടെ ചിത്രമാണെങ്കിലോ സ്വന്തം ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല, സ്വന്തം ഭർത്താവിൽ നിന്ന് സന്തോഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും പൊറുപൊറുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ ജീവിതങ്ങളുമുണ്ട്. ഇതൊന്നും മക്കൾക്ക് അനുഗ്രഹമായിട്ടില്ല. അതിനാൽ തന്നെ സ്വാതന്ത്ര്യയുടെ സുഖങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിതം ഒടുക്കുവാനുള്ള തയ്യാറെടുപ്പായിട്ട് ജിജോയ്സ് ഇത്രയും കാലം ഞാൻ ഓർക്കുന്നുണ്ട്. കണ്ടുമുട്ടിയപ്പോൾ എത്ര സമയം താമസിച്ചാലും കളിയും ചിരിയുമായി കൂട്ടുകാർക്കൊപ്പം ജീവിതത്തിൽ ഇന്നുവരോടുമൊപ്പം ഓടി നടന്നു തീർന്നു കൂട്ടിക്കും. ഇന്നു മുതൽ ഷെറിന് വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിയിരിക്കുകയാണ്. പക്ഷെ കടന്നു വന്ന വഴിത്താരകളിൽ നന്മയായിട്ട് കടന്നു വന്ന ആരെയും ഉപേക്ഷിക്കരുത്. വേദനകൾ നൽകിയവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കരുത്. കടന്നു പോകുന്ന വഴികളിൽ അവരെയും കൂടെ നിർത്തുക. പക്ഷേ പ്രാധാന്യം ദൈവമേൽപ്പിച്ച ഷെറിന് ഇങ്ങനെ തന്നെ കൂട്ടുകാരികൾ ഇഷ്ടം പോലെ ഉണ്ടാകാം, ബന്ധുമിത്രാദികൾ ഇഷ്ടം പോലെ ഉണ്ടാകാം, ഇത്രയും കാലം അതിമനോഹരമായിട്ട് അടിച്ചു പൊളിച്ച് നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഇന്നു മുതൽ കുറെയൊക്കെ വേണ്ട എന്ന് വെക്കാൻ, കുറെ കാര്യങ്ങളോട് നോ പറയാൻ, ഇതിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ദൈവം തന്ന സമ്മാനത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിന് നമ്മുടെ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒരു വാണിംഗ് മാത്രം, പ്രതീക്ഷിച്ചവ മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുക. പ്രതീക്ഷിക്കാതെ പലതും സംഭവിക്കുമെന്ന വലിയൊരു കാത്തിരിപ്പും ആ ഒരു പ്രതീക്ഷയും ജീവിതത്തിന് അർത്ഥം നൽകുക. വിവാഹ ജീവിതം എന്നത് പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കുമെന്നുള്ളത് മറിച്ച് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇനി ജീവിതത്തിലേക്ക് കടന്നു വരും എന്നൊരു പ്രതീക്ഷയ നമ്മളെ കാത്തിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇന്ന് ദേവാലയത്തിന്റെ മുഖമുണ്ട് ഈശോയെ വിളിച്ചുകൊണ്ട് ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ മരണം വരെ ഈശോയെ വിളിച്ചുകൊണ്ട് ജീവിത പങ്കാളിയോട് സംസാരിക്കാൻ, ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് ജീവിത പങ്കാളിയോടൊപ്പം ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ എന്റെ കർത്താവ് എന്റെ കൂടെ നിൽക്കുകയാണ്. എന്റെ ജീവിത പങ്കാളിയെ എന്റെ കർത്താവ് എനിക്ക് നൽകുന്ന വലിയ സമ്മാനവും അനുഗ്രഹവുമാണ് ഇത് എന്ന് കണ്ടെത്തിക്കൊണ്ട് കുറവുകളിലും കണ്ട സ്വന്തം ജീവിതം കൊണ്ട കുറവൊന്നും നികത്തിയേക്കുക. സന്തോഷങ്ങളിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വ സന്തോഷത്തിൽ പങ്കാളിയാവുക. ഇതാകട്ടെ നമ്മുടെ കുടുംബ ജീവിതം. ആ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നീ മാതാപിതാക്കൾ, ഈ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാറെ ചെയ്തുകൊണ്ട് അനുഗ്രഹാശംസകൾ നൽകുവാൻ വേണ്ടി, അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടി സാറിന്റെ പേരിലും സാറിന്റെ ആൾക്കാരെയും ഒരു ആശംസ പറയത്തില്ല. മറ്റേത് വേദിയിലാണെങ്കിലും സാറിന് പ്രഥമ റോളായിരുന്നു. പക്ഷെ പള്ളിയിലാണല്ലോ പിന്നെ അച്ഛനാണല്ലോ. അതിനാൽ തന്നെ സാറിന്റെ പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ, പ്രത്യേകിച്ച് ജിജോയിസിനും ഷെറിനും നല്ലൊരു കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹം നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവവചനമാകുന്ന ആത്മീയനായി സകലരെയും ക്ഷണിക്കണം. ശിവായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് പ്രത്യേകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭിനന്ദനയെ പറ്റി പഠിപ്പിച്ച ശിവായി പരസ്പര വിശ്വാസത്തോടും ചരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായേ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ച് ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥനകൾ നിരന്തരായിരിക്കുവാൻ ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവം
കടന്നു ചെയ്യണം. വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിന് വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദീർഘപ്രതിഭകളെ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവമേ, അങ്ങനെ അനന്ത പരിപാലനയെ വാഴ്ത്തുന്നു. ഭാര്യ-ഭർത്താക്കളാകുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കഥാവിനെ സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മേരിയെ ഭാര്യയായി സ്വീകരിക്കുന്നു. മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആഗസ്തിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കണേ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളുടെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വാസത്തിന്റെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവരെ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ പരിശുദ്ധാത്മാവിനെ അലങ്കരിച്ച കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹോദര വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിന്റെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹോദര വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
സൗഭാഗ്യോട് ചേർത്ത കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു സൗഭാഗ്യ മണ്ണിനോട് ചേർത്ത കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു അങ്ങയുടെ സൗഭാഗ്യ അർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാല പാവുകം നേരുന്നിതാ പാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യവേഗ മണ്ണിനോട് ചേർത്ത കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യവേഗ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദം സ്വീകരിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ശരണപ്പെട്ടു കൃപാവുള്ള പിതാവേ
കാര്യങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രതിഷ്ഠാരങ്ങളുടെ സൈന്യങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഭൂമിയിലെ രാജ്യശക്തി പ്രാബല്യം അധികാരം അങ്ങേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോട് കൂടെ എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയതാ തിരുമുന്നിൽ അടിയോടെ എന്നെ തൊടണേ, അതുമാത്രമാണ് ആശ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അടിയോടെ എന്നെ തൊടണേ, അതുമാത്രമാണ് എന്റെ ആശ. അങ്ങയുടെ കാലത്തിന്റെ വലം കൈനീട്ടണമേ, അങ്ങയുടെ സംരക്ഷണത്തിന് നമ്മൾ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിനെതിരെ ഒന്നിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഈ ഐക്യം
ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിലെ നായകനായ യോസേഫിന്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധതയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലതയും നാഥായ നയിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിന് ഒരു ബംഗാളികളാക്കുകയും ചെയ്ത കാര്യവാനായി ദൈവം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവർ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശുദ്ധായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും പവിത്രമാക്കുന്ന സജീവമായി ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവർ ഐശ്വര്യപ്രദമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവർ സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുന്ന നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും പദ്ധതിയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായി നിങ്ങളെയും ഈ തിരുത്തപ്പെട്ട പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Who can say where the road goes, where the day flows? Only time. And who can say if your love grows as your heart shows? Only time. We
പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതു ദേവദൂതികേ. പള്ളിത്തിരുനാളിൽ പുതുവെള്ളിത്തേരിൽ ഉള്ളം ചേർന്നാമോദം തുള്ളിപ്പോകെ, കടലിലലയും കാറ്റുപോലെ ഞാൻ. മാതാപിതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഭരത് കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പിതാവ് എന്നെ അഗസ്റ്റിൻ, സജി അഗസ്റ്റിൻ, അതുപോലെ നമ്മുടെ ഷെറിന്റെ മാതാപിതാക്കളെ പി കെ സേവ്യൻ ആൻഡ് റോസ്ലി സേവ്യൻ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. ഇവരോടൊപ്പം തന്നെ ഇവരുടെ കൂടെയുള്ള ഇവരുടെ സഹോദരങ്ങളെ കൂടി നമുക്ക് ക്ഷണിക്കാൻ വേദിയിലേക്ക്. ജിജുമോള് ചേച്ചിയും എബിച്ചേട്ടനെയും ജിയാമോളെയും ഒപ്പം ജോയ്സിനെയും റോസ്റ്റിൻ മുട്ടം അടിക്കണ്ട പോരെ സ്റ്റേജിലേക്ക്.
പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് കാലുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വധുവരന്മാർക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ആശംസകൾ നേരുന്നു. ഈ കുടുംബജീവിതത്തിലേക്ക് പാലെടുക്കുകയും നേരുന്നു. നമുക്ക് ആദ്യമേ തന്നെ നിലവിളത്തെ കുറിച്ചാണ് സ്വീകരിക്കുന്നത്. കുടുംബജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മുടെ ഈ ദമ്പതികൾ. ദാമ്പത്യത്തിന്റെ തിരിതെളിയിക്കുവാനായിട്ട് ദമ്പതികളെ ക്ഷണിക്കും. അമ്മമാർ തന്നെ തങ്ങളുടെ മക്കൾക്ക് കുടുംബജീവിതത്തിന്റെ പ്രകാശം ചൊരിയുവാനായിട്ട് വിളക്ക് അവരുടെ കൈകളിൽ കൈമാറും. അവരുടെ ദാമ്പത്യത്തിന്റെ തീരെ തെളിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈകൊട്ടി അവരെ വിഷ് ചെയ്യാം. അടുത്തതായിട്ട് ജോയ്സിന്റെ ചാച്ചന്റെ അമ്മയെ ക്ഷണിക്കുകയാണ് തിരി തെളിയിക്കുവാനായിട്ട്. ഒന്ന് ചേർന്ന് അവരുടെ തിരി തെളിയിക്കുന്നു. ചെറിയ അമ്മയെ ക്ഷണിക്കുന്നു. ആരാരും കാണാതെ ഈ പൊൻതൂവൽ ചേലൊന്നും ചോരാതെ ഒന്നല്ലൊരായിരം കണ്ണോടെ കാത്തിടാം ജീവന്റെ ജീവനായ താമരക്കിളി. പൂങ്കാറ്റേ കണ്ടോ നീ, കണ്ടെങ്കിൽ മിണ്ടല്ലേ നീ, നാടാകെ ചുറ്റുമ്പോൾ ആരാരോടും ഓഹോ ഓഹോ ഓഹോ
മുഖമേ ചാരെ വേണം, എന്റെ വഴിയിൽ നിന്റെ ഹൃദയം കൂട്ടുവേണം. ഈ കൂട്ടിൽ ആരാരും കാണാതെ ഈ പൊൻതൂവൽ ചേരൊന്നും ചോരാതെ ഒന്നല്ലൊരായിരം കണ്ണോടെ കാത്തിടാം ജീവന്റെ ജീവനായ താമരക്കിളി. പൂങ്കാറ്റേ കണ്ടോ നീ, കണ്ടെങ്കിൽ മിണ്ടല്ലേ നീ, നാടാകെ ചുറ്റുമ്പോൾ ആരാരോടും. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ കണ്ണാരം പൊത്തുമ്പോൾ നെഞ്ചോരം നാണത്തിൽ ചെന്തൂരച്ചപ്പേകം വെള്ളിവാൾ തുമ്പിയെ ഒരു കനവിൻ പൂന്തോണിയിൽ ചുമലുരുമ്മി നീങ്ങുന്നു നാം, മഴ നനഞ്ഞ മൂവന്തിയിൽ മനസ്സു കൂടെയാക്കുന്നു നാം. ഇന്നാരും മിണ്ടാതെ ഈ മോഹമൗനത്തിൻ തേനുമായി നമ്മൾ അലയുകയെ. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ. ഒരു കുടന്ന പൂവേകി നീ ചെറുചിരിയിലൻ വീതിയിൽ, ഒരു മിഴിയിലൻ ഓർമ്മയെ ഹിമശലഭമാക്കുന്നു നീ. വെൺപുലരിയിലോ എൻ ജനലരികെ പൊൻകണിമലരായി മാറി നീ. ചെമ്മുകിലണയെ ഇന്നിനി പിരിയെ നിന്നൊരു കുറിപ്പിൻ തിരിഞ്ഞിതിരുവരുമേ. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ. നിളയൊഴുകുമൂളങ്ങളാൽ കഥ പറഞ്ഞ തീരങ്ങളിൽ വെയിലു വന്നു നെല്ലോലയെ ഉണരുമൊരു പാടങ്ങളിൽ നിൻമുടിയിഴയിൽ വന്നൊളിച്ചിരിക്കാം എന്നിനവൊരു കാറ്റു പോലിതാ. നിൻമൊഴികളിലോ പുഞ്ചിരിയതിലോ എൻ മനമിതു ഞാൻ മറന്നു നിറയുകയെ. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ. കണ്ണാരം പൊത്തുമ്പോൾ നെഞ്ചോരം നാണത്തിൽ ചെന്തൂരച്ചപ്പേകം വെള്ളിവാൾ തുമ്പിയെ. ഒരു കനവിൻ പൂന്തോണിയിൽ ചുമലുരുമ്മി നീങ്ങുന്നു നാം, മഴ നനഞ്ഞ മൂവന്തിയിൽ മനസ്സു കൂടെയാക്കുന്നു നാം. ഇന്നാരും മിണ്ടാതെ ഈ മോഹമൗനത്തിൻ തേനുമായി നമ്മൾ അലയുകയെ. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പ
പൂമ്പാറ്റയെ അരികിൽ പതിയിടനെഞ്ചെല്ലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ
എൻ പുത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ ചൊല്ലി. ना जिया जिंदगी एक पल भी तुझसे होके जुदा, सुन जरा बिन तेरे मुझसे नाराज था दिल, तू मिला है तो है कह रहा। मैं तो तेरे रंग में रंग चुका हूँ, बस तेरा बन चुका हूँ। मेरा मुझ में कुछ नहीं, सब तेरा। मैं तो तेरे ढंग में ढल चुकी हूँ, बस तेरी बन चुकी हूँ। मेरा मुझ में कुछ नहीं, सब तेरा, सब तेरा, सब तेरा, सब तेरा। फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। मैं तो तुझे मिलके जी उठी हूँ, तेरी धड़कन में छुपी हूँ। मेरा मुझ में कुछ नहीं, सब तेरा।